ന്റെ ജീവിത ചരിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയ ഭാഗം മുഴുവൻ കേൾക്കണേ. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫലസ്തീനിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത പരിചയ സമ്പന്നനായ സൈന്യാധിപൻ. ഹിറാക്ലിയസിന്റെ വൻ സൈന്യത്തെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. പ്രതികാരദാഹം കൊണ്ട് മതിമറന്നു നിൽക്കുകയാണ് റോമാ ചക്രവർത്തി. പുണ്യകേന്ദ്രമായ അന്താക്കിയ പട്ടണം സംരക്ഷിക്കാൻ എന്തുമാത്രം അവർ ശ്രമിച്ചു. ഒരു ശ്രമവും ഇവിടെ വിജയിച്ചില്ല. 10,000-കണക്കായ യോദ്ധാക്കൾ വധിക്കപ്പെട്ടു. എന്തൊരു നഷ്ടമാണ് റോമാ സാമ്രാജ്യത്തിന്. മുസ്ലിം പക്ഷത്ത് മരണം കുറവായിരുന്നു, വിജയം അവർക്ക് തന്നെയാണ്. അന്താക്കിയ നഷ്ടപ്പെട്ട രാജാവും പരിവാരവും ഫലസ്തീനിൽ വന്നു. ഉഗ്രമായ പോരാട്ടമാണ് ഫലസ്തീനിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. റോമക്കാരുടെ സൈന്യാധിപൻ അരീത്തിയൂൻ ആണ്. ധീരസാഹസികനായ സൈന്യാധിപൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എല്ലാ വിവരവും കാണിച്ച് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ശത്രുക്കൾക്ക് കടൽ വഴി സഹായം വരുന്നത് തടയണമെന്ന് പ്രത്യേകം എഴുതിയിരുന്നു. കൈസാരിയ തുറമുഖം വഴിയാണ് അരീത്തിയൂന് സഹായം വരിക. അത് തടയാൻ വേണ്ടി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. വൻ സൈന്യവുമായി മുആവിയ റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തെത്തി. കൈസാരിയ തുറമുഖം തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ശക്തമായ കോട്ടയുമുണ്ടവിടെ. റോമൻ സൈന്യം കോട്ടക്കകത്താണുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹു കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇടയ്ക്കിടെ റോമൻ സൈന്യം കോട്ടയിൽ നിന്ന് പുറത്തു വരും, മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടും. മുസ്ലിങ്ങളെ തുരത്തിയോടിക്കാനാവില്ലെന്ന് ബോധ്യമാവുമ്പോൾ കോട്ടയിലേക്ക് തന്നെ പിൻവലിയും. ഇത് പലതവണ തുടരുകയാണ്. ഒരു ജൂതൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. രഹസ്യ സംഭാഷണത്തിൽ കോട്ടയിലേക്കുള്ള രഹസ്യ കവാടം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. രഹസ്യമാർഗത്തിലൂടെ മുസ്ലിങ്ങൾ കോട്ടയിൽ പ്രവേശിച്ചു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. കോട്ട കൈവശപ്പെടുത്തി. കൈസാരിയ തുറമുഖം മുസ്ലിങ്ങളുടെ അധീനതയിലായി. ഖാസ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അത് നേരത്തെ തന്നെ അധീനപ്പെടുത്തിയിരുന്നു. കടൽ മാർഗമുള്ള വിപത്ത് തൽക്കാലം ഉണ്ടാവുകയുമില്ല. അരീത്തുയൂൻ പട്ടാളത്തോട് അജ്നദൈനിലേക്ക് പോകാൻ കൽപ്പിച്ചു. പല ഭാഗങ്ങളിൽ നിന്ന് റോമൻ പട്ടാളം നീങ്ങാൻ തുടങ്ങി. എല്ലാവരുടെ ലക്ഷ്യം അജ്നദൈൻ. എല്ലാവരും അജ്നദൈനിൽ എത്തിയാൽ അപകടമാണ്. എല്ലാവരും അവിടെ എത്തരുത്, വഴിയിൽ വെച്ച് തടയണം. അൽ ഖതം ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് ഒരു സൈന്യത്തെ നയിക്കുകയാണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു റംലയിലേക്ക് നീങ്ങി. ഈ വിവരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖലീഫയെ അറിയിച്ചു. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഹായ സൈന്യത്തെയും അയച്ചു കൊടുത്തു. സഹായ സൈന്യത്തിൽ നല്ലൊരു വിഭാഗത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് അയച്ചു. ഒരു വിഭാഗത്തെ റംലയിലേക്കും അയച്ചു. വലിയൊരു സൈന്യവുമായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അജ്നദൈനിലേക്ക് നീങ്ങുകയാണ്. അരീത്തുയൂനെ നേർക്കുനേരെ നേരിടാനായിരുന്നു ഈ മുന്നേറ്റങ്ങളെല്ലാം. ശത്രുക്കളെല്ലാം കോട്ടയ്ക്കകത്താണ്. കോട്ടയാണെങ്കിൽ ഒരു കുന്നിന്റെ നെറുകയിൽ. കോട്ടയ്ക്കകത്തെ സജ്ജീകരണങ്ങൾ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. ഒടുവിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. ഒരു ദൂതന്റെ വേഷത്തിൽ പുറപ്പെട്ടു. എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ചുള്ള യാത്രയാണ്. ദൂതനാണെന്ന് ധരിച്ചു പാറാവുകാർ തടഞ്ഞില്ല. കോട്ടയ്ക്കകത്ത് കടന്നു. എല്ലാ ഭാഗത്തും നോട്ടമെത്തുന്നുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങൾ, നിരവധി ഒളി സങ്കേതങ്ങൾ. അരീത്തുയൂനെ നേരിൽ കണ്ടു. എന്തൊരു ശക്തൻ! അരീത്തുയൂനും ദൂതനും തമ്മിൽ സംസാരിച്ചു. ദൂതന് സമ്മാനം നൽകൂ, അരീത്തുയൂൻ കൽപ്പിച്ചു. ദൂതന്റെ തലവെട്ടാൻ കാവൽക്കാരനോട് ആംഗ്യം കാണിച്ചു. അതാണ് സമ്മാനം. തന്ത്രശാലിയായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സംഗതി മനസ്സിലാക്കി. രക്ഷപ്പെടാൻ തന്ത്രം തന്നെ വേണം. സമ്മാനം സ്വീകരിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: ഞങ്ങൾ 10 പേരുമായിട്ടാണ് വന്നിട്ടുള്ളത്. 9 പേർ പുറത്തു നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം അംറിന്റെ ഉപദേശകരാണ്. അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവരോടുകൂടി പറയണം. ഞാൻ അവരെ കൂട്ടിയിട്ട് വരാം. അരീത്തുയൂന് വളരെ സന്തോഷമായി. വേഗം പോയി അവരെ കൂട്ടിവരൂ. 10 പേരെ ഒന്നിച്ചു വധിച്ചു കളയാം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പുറത്തു കടന്നു. പിന്നെയാരും അദ്ദേഹത്തെ കണ്ടില്ല. അരീത്തുയൂൻ കാത്തിരുന്നു മടുത്തു. അറബി തന്നെ പറ്റിച്ചു കളഞ്ഞു. കോട്ടയിൽ വന്ന് രഹസ്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി. ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്തൊരു തന്ത്രം, എന്തൊരു ധൈര്യം! ഇവരെ എങ്ങനെ തോൽപ്പിക്കാനാവും?
ഈ കോട്ടയിൽ വന്നിട്ട് രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ, വന്നുപോയത് അംർ തന്നെയായിരുന്നുവെന്ന് പിന്നീടറിഞ്ഞപ്പോൾ ന്യായാധിപന്റെ ജാള്യത വർദ്ധിക്കുകയാണ്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഖലീഫയ്ക്ക് സന്തോഷമായി. തന്റെ സൈന്യാധിപന്മാരുടെ തന്ത്രങ്ങളും ധീരതയും വാഴ്ത്തപ്പെടേണ്ടതു തന്നെയാണ്. അല്ലാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. ഏറെ നാൾ കഴിഞ്ഞില്ല, റോമൻ സൈന്യവും മുസ്ലിം സൈന്യവും ഏറ്റുമുട്ടി. യുദ്ധം ഉഗ്രാവസ്ഥയിലെത്തി. സന്ധ്യയായതോടെ റോമക്കാരുടെ അടിപതറി. അവർ ചിതറയോടി. കോട്ട മുസ്ലിങ്ങൾക്ക് അധീനപ്പെടുത്താൻ കഴിഞ്ഞു. കോട്ട കാണാൻ വേണ്ടി വന്ന കോട്ടയുടെ അധിപനായി മാറി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഫലസ്തീൻ യുദ്ധം തുടങ്ങുന്നതിന് കടൽ തീര പ്രദേശങ്ങൾ അധീനപ്പെടുത്തണം. ഫലസ്തീനിലും റംലയിലും ഉപരോധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. യുദ്ധം പൊട്ടിയിട്ടില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എത്തും വരെ ഉപരോധം നീക്കിക്കൊണ്ടു പോവണം. കടലോര നഗരങ്ങൾ അധീനപ്പെട്ടു തുടങ്ങി. തദ്ദേശവാസികളുമായി സന്ധി ചെയ്തു. നാബുൽസ് കീഴടങ്ങി, സബസ്തുയ കീഴടങ്ങി, റാസ, യാഫ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം മുസ്ലിം അധീനതയിലായി. അരീത്തുയ്യൂനും മതനേതാക്കളും കൂടി ഫലസ്തീനിലെ വലിയ കുരിശ് കപ്പലിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ്. അയാ സോഫിയിലേക്കാണ് കൊണ്ടുപോയത്. ഫലസ്തീൻ കൈവിട്ടുപോകുമെന്ന് അവർക്കുറപ്പായിരുന്നു. തദ്ദേശവാസികൾ മുസ്ലിങ്ങളുമായി സന്ധിയിലാവാൻ ധൃതി കാണിച്ചു കൊണ്ടിരുന്നു. യുദ്ധം പൊട്ടി. അത് ശക്തമായി. ഇരുവിഭാഗവും പരിസരം മറന്ന പോരാട്ടത്തിലാണ്. റോമൻ സൈന്യം അടിപതറി. അപ്പോഴേക്കും നിരവധി ആളുകൾ ഈജിപ്തിലേക്ക് രക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു. പട്ടാളക്കാർ കൂട്ടത്തോടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പ്രകാശം നൈൽ നദിയുടെ തീരങ്ങളിലും എത്തിത്തുടങ്ങുകയാണ്. ആഫ്രിക്കൻ വൻകരയിലേക്കുള്ള ഇസ്ലാമിന്റെ പ്രവേശനത്തിന് സമയമായിരിക്കുന്നു. പുണ്യമദീനയിൽ സന്ദേശമെത്തി. സൈന്യാധിപൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ നിന്നയച്ച സന്ദേശം. ഫലസ്തീൻ അധീനപ്പെട്ടു കഴിഞ്ഞു. ക്രൈസ്തവർ സന്ധിക്കു സന്നദ്ധരായിട്ടുണ്ട്. ഖലീഫ നേരിട്ട് വരണം, അദ്ദേഹവുമായി സന്ധിയുണ്ടാക്കണം എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. താങ്കൾ ബൈത്തുൽ മുഖദ്ദസിൽ വരണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബികളെയെല്ലാം വിളിച്ചു വരുത്തി വിഷയം ചർച്ച ചെയ്തു. പലരും അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഖലീഫ ഫലസ്തീനിൽ പോകണമെന്നും വേണ്ടെന്നും അഭിപ്രായമുണ്ടായി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായും ഫലസ്തീനിൽ പോവണം. അത് അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് കരുത്തു നൽകും. അവർക്ക് നന്നായി പൊരുതാൻ പ്രചോദനം നൽകും. വിജയം എളുപ്പമാക്കും. പല സന്ദർഭങ്ങളിലും സ്വീകരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വാർത്ത മദീനയിൽ സന്തോഷം പരത്തി. ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു മുസ്ലിങ്ങൾക്ക് നൽകി എന്നറിഞ്ഞ് ആഹ്ലാദം കൊള്ളുകയായിരുന്നു മദീന. ഖലീഫയുടെ ചുമതലകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മദീന ഖലീഫയെ യാത്രയയച്ചു. ഒരു സാധാരണ കുതിരയെ തയ്യാറാക്കി അതിന്റെ പുറത്താണ് യാത്ര. ഏതാനും സ്വഹാബികൾ കൂടെയുണ്ട്. ഒരു തോൽപാത്രത്തിൽ വെള്ളം, ഒരു സെഞ്ചിയിൽ കാരക്ക. ഖലീഫ തന്റെ സാധാരണ വേഷത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല. കിസ്റായെയും കൈസറിനെയും തകർത്ത ലോക ജേതാവിന്റെ യാത്രയാണിത്. എത്ര ലളിതമായ യാത്ര! ആ ജേതാവിന് ഒരു നോക്ക് കാണാൻ ഫലസ്തീനിലെ ക്രൈസ്തവ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നീതിമാനായ മഹാരാജാവ് വരുന്നു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. മഹാരാജാവിനെ സ്വീകരിക്കാൻ ചർച്ച് മേധാവികളും അനുയായികളും കാത്തിരിക്കുന്നു. പാതിരിമാർ അവരുടെ പദവികൾക്കനുസരിച്ച വേഷം ധരിക്കും. ഉന്നത നിലവാരം പ്രകടമാക്കുന്ന വേഷങ്ങൾ. ഖലീഫ വരുന്നു എന്ന വാർത്ത മുസ്ലിം യോദ്ധാക്കളെ ആഹ്ലാദഭരിതരാക്കി മാറ്റി. നവമുസ്ലിം യോദ്ധാക്കൾ ഇതുവരെ ഖലീഫയെ കണ്ടിട്ടില്ല. വളരെ അപൂർവം പേരൊഴികെ. അല്ലാത്തവർക്കിടയിൽ തന്നെ ഖലീഫയെ കാണാത്തവരുണ്ട്. എല്ലാവരും ഇത് മഹാസൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. നാളുകളോളം യാത്ര ചെയ്തു. വളരെയേറെ ആളുകൾ ഖലീഫയെ കണ്ടു. ഓരോ പ്രദേശത്തും എത്തുമ്പോൾ ജനക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ സന്തോഷകരമായ യാത്ര തുടരുകയാണ്. ജാബിയ എന്ന പ്രദേശത്തെത്തി. മുസ്ലിം സേനാ നായകന്മാർ ഖലീഫയെ സ്വീകരിച്ചു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരെല്ലാം ഖലീഫയെ കാത്തിരിക്കുകയായിരുന്നു. ഖലീഫയെത്തിയ വിവരമറിഞ്ഞ് ക്രൈസ്തവ പ്രതിനിധികളും വന്നെത്തി. ഇവിടെ വെച്ച് ഇരു കൂട്ടരും ചർച്ച ചെയ്തു സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. ക്രൈസ്തവർ പറയുന്ന നിർദ്ദേശങ്ങൾ പലതും ഖലീഫ അംഗീകരിച്ചപ്പോൾ അവർക്ക് ഏറെ സന്തോഷമായി. തങ്ങളെ എത്രയോ കാലമായി അടക്കി ഭരിക്കുന്ന റോമൻ ക്രൈസ്തവരെക്കാൾ മുസ്ലിങ്ങൾ എത്രയോ ഭേദമാണെന്നവർക്ക് തോന്നി. സന്ധി വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയുണ്ടായിരുന്നു. ഈലിയായിലെ ക്രൈസ്തവരുടെ ജീവൻ രക്ഷിക്കും, സ്വത്തുവകകളും സംരക്ഷിക്കും. ക്രൈസ്തവരുടെ ചർച്ചുകളും കുരിശുകളും സംരക്ഷിക്കും. അവരുടെ ആരാധനാ കർമ്മങ്ങൾ സ്വതന്ത്രമായി നിർവഹിക്കാം. മതം മാറാൻ ആരെയും നിർബന്ധിക്കാറില്ല. യഹൂദരെ അവരോടൊപ്പം താമസിപ്പിക്കില്ല. സംരക്ഷണത്തിന് പകരം ക്രൈസ്തവർ ജിസിയ നൽകുന്നതാണ്.
ഈലിയായിൽ നിന്ന് ആരെങ്കിലും റോമക്കാരുടെ കൂടെ പോകുന്നെങ്കിൽ അവരെ തടയില്ല. ബൈത്തുൽ മുഖദ്ദസിലെ റോമക്കാർക്ക് അവിടെ താമസിക്കുകയോ സ്ഥലം വിടുകയോ ചെയ്യാം. എല്ലാ വ്യവസ്ഥകളും ഇരു വിഭാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചു. ക്രൈസ്തവ ദൂതന്മാർ കരാർ കോപ്പിയുമായി ഫലസ്തീനിലെത്തി. ബിഷപ്പും മറ്റു മതനേതാക്കളും അത്യധികം സന്തോഷിക്കുകയാണ്. ഇത് നീതിമാനായ രാജാവ് തന്നെ റംല നിവാസികളുടെ പ്രതിനിധികൾ ഖലീഫയെ കാണാൻ വന്നു. ഇതുപോലൊരു കരാർ അവർക്ക് വേണ്ടിയും ഉണ്ടായി. ഖലീഫ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരികയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, ശുറഹ്ബീൽ റളിയല്ലാഹു അൻഹു എന്നിവർ കൂടെ യാത്ര ചെയ്യുന്നു. ഖലീഫയുടെ കുതിര പതുക്കെയാണ് നടന്നിരുന്നത്. അതിന്റെ ലാടം തേഞ്ഞു പോയിരുന്നു. മറ്റൊരു കുതിരയെ കൊണ്ടുവന്നെങ്കിലും യാത്ര സുഖകരമായില്ല. ഖലീഫ അതിന്റെ പുറത്ത് നിന്നിറങ്ങി നടക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അതിർത്തി പ്രദേശത്ത് വെച്ച് സർവ്വസൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും സംഘവും ഖലീഫയെ സ്വീകരിക്കുകയാണ്. ഖലീഫയുടെ വേഷം പരുക്കൻ കമ്പിളി വസ്ത്രം, അതിൽ 14 സ്ഥലത്ത് കഷ്ണം വെച്ച്